ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ നമ്മുടെ എന്താ പറയുക, കുറച്ച് ടെൻഷനാണ് കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് ആ ഇൻട്രോ ഒക്കെ പറയുമ്പോൾ ഒന്ന് തെറ്റുന്നത്. അമ്മൂന് അത്യാവശ്യം ചെറിയ രീതിയിൽ ലേബർ പെയിനും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ നമ്മൾ ആ പെട്ടിയൊക്കെ റെഡിയാക്കിയിട്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ടുള്ള പ്ലാനാണ്. അമ്മു എന്ത് തോന്നുന്നുണ്ട്? എനിക്കറിയില്ല. ചെറിയ രീതിയിൽ കുറച്ച് ഡിഫിക്കൽട്ടിയും കാര്യങ്ങളും തോന്നും. കാരണം ഇതിപ്പം കാനഡയിൽ നമുക്ക് ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ വലിയ പിടുത്തമൊന്നും ഇല്ലാത്തതുകൊണ്ട് അരവിന്ദിക്കുന്നുണ്ടോ, അരവിന്ദിന് ഇന്ന് ഷിഫ്റ്റും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാനും അമ്മ ഒറ്റയ്ക്കാണ് പോകുന്നത്. ലഗേജൊക്കെ വണ്ടിയെ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ അങ്ങനെ നമുക്ക് ടെൻഷനുണ്ടോ? ടെൻഷനുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ ടെൻഷനുണ്ട്. രാവിലെ എണീറ്റപ്പോൾ മുതൽ ചെറിയൊരു ഡിസ്കംഫർട്ട്. അപ്പം അറിയില്ല, പോയി നോക്കണം. ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. കാരണം നാട്ടിലാണെങ്കിലും ഓക്കെ ഡേറ്റ് ഏരിയ നമ്മൾ ചെല്ലും, അങ്ങനെയല്ലേ. ഇവിടെ ഇത് എങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ല. നമ്മൾ ഇന്നലെ ഡോക്ടറെ അടുത്ത് പോയപ്പോഴത്തേക്കും പുള്ളിക്കാരി പറഞ്ഞത് ഓക്കെ ഈ 2 ദിവസം നോക്കാം, പെയിനും കാര്യങ്ങളും വരുവാണെങ്കിൽ നമുക്ക് ഡെലിവറിയിലേക്ക് പോകാം, ഇല്ലെങ്കിൽ തിങ്കളാഴ്ച അവരുടെ അവൈലബിലിറ്റിയും കാര്യങ്ങളും നോക്കിയിട്ട്, കാരണം ഇവിടെ നമുക്കൊരു നേഴ്സിനെയൊക്കെ അസൈൻ ചെയ്ത് തരും നമുക്ക് ഇൻഡിവിജ്വലായിട്ട്. അപ്പം അങ്ങനെയൊക്കെ ആവുകയാണ് എങ്കിൽ തിങ്കളാഴ്ച നോക്കാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് ചെറിയൊരു ഡിസ്കംഫർട്ടും കാര്യങ്ങളും തോന്നുന്നു. ടെൻഷനാണ് പുള്ളിക്കാരി. രാവിലെ തൊട്ട് അയ്യോ ശ്വാസം കിട്ടണ്ടേ എന്നൊക്കെ പറഞ്ഞ് ടെൻഷനാണ്. ടെൻഷനൊന്നും വേണ്ട, നമുക്ക് സെറ്റാക്കാം. ഞാൻ കേട്ടാക്കി കൂളായിട്ട് ഇരിക്കുന്നുണ്ടോ? ഡെലിവറി ഒക്കെ ആണെങ്കിൽ നമുക്ക് ടെൻഷൻ വേണം, എന്നാലും ഒക്കെ സെറ്റാണ്. അപ്പം നമ്മളപ്പം ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മുടെ ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്ററേ ഉള്ളൂ സെൻറ്റനറി എന്നാണ്. ഇത് സെൻറ്റനറി ഹോസ്പിറ്റലാണ്. അപ്പം അവിടെ ചെന്നിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പം നമ്മൾ പോയിട്ട് വരാം അല്ലേ? സീറ്റ് ബെൽറ്റ് ഇട്ട് സമയമായി. അപ്പോൾ നീ ഷിഫ്റ്റ് ആയി കഴിഞ്ഞിട്ട് വരാൻ നോക്ക്. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. അയ്യോ ഇടയ്ക്ക് എന്തോ നോട്ടിഫിക്കേഷൻ വന്നു. ഹെയർ സ്റ്റൈൽ പോയല്ലേ? നമ്മൾ അക്ഷയയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് ഇന്ന് ഓവർ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ലീവാക്കി. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം. പോകുമ്പോൾ പെട്ടെന്ന് പോകാം, ബ്ലോഗൊന്നും വേണ്ട, പെട്ടെന്ന് പോകുന്നതാണ് പറയണം. അപ്പം പോയിട്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. 6 കിലോമീറ്റർ പെട്ടെന്ന് ഹൈവേ കയറി പോയാൽ മതി. ഇപ്പം ശരിയടാ. നമ്മളൊരിക്കലും ഇതിൻ്റെ അകത്ത് നിന്ന് ഫുള്ളൊന്ന് എന്തൊക്കെയാണ് പരിപാടി എന്നൊക്കെ കണ്ടതാണ്. ഇന്ന് ഡെലിവറി ചെയ്യും, അഡ്മിറ്റ് ചെയ്യുമോ അതേ പിന്നെ എന്നിട്ട് വരാൻ പറയുമെന്ന് പറഞ്ഞുകൂടാ. സ്പോട്ടും കണ്ടുകൊണ്ടാണ് നമ്മൾ റിസ്ക് എടുക്കേണ്ടതെന്ന് പറഞ്ഞത്. ബാക്കി നോക്കാം. 24 hours later. അമ്മു എങ്ങനെയുണ്ട്? 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കറക്റ്റ് 24 മണിക്കൂർ കഴിഞ്ഞപ്പം തിരിച്ച് പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നതിന് എന്താണ് അഭിപ്രായം? പെയിൻ പോലെ തോന്നുന്നുണ്ട്. ആദ്യം ഒരു നല്ലൊരു പെയിൻ വന്നു, അത് കഴിഞ്ഞപ്പം ചെറിയ ചെറിയ രീതിയിൽ ചെറിയ ക്രാംസ് പോലെ തോന്നപ്പോൾ സോ വെയിറ്റ് ചെയ്യണ്ട എന്ന് വിചാരിക്കും. അതുകൊണ്ട് പോയി നോക്കും. ടെക്നിക്കലി നമ്മൾ എന്താ പറയുക, അരവിന്ദിന് ഷിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു, ഫ്ലിപ്പായതാണെന്ന് തോന്നുന്നു. ഓക്കെ, ഫേസ് ട്രാക്കിംഗ് ഒക്കെ ആയിട്ടുണ്ട്. സോ അപ്പം എന്താ പെട്ടെന്ന് ക്യാമറയുടെ കാര്യത്തിലേക്ക് ആയിപ്പോയി. എന്താ പറയുക, ഫുഡൊക്കെ കഴിച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് രാവിലെ പുള്ളിക്കാരിക്ക് ചെറുതായിട്ട് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് രാവിലെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റ് അയ്യോ ശ്വാസം മുട്ടുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒന്ന് സെറ്റായത്. അപ്പം അതിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചൊരു ഉറങ്ങി കഴിഞ്ഞ് ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ കുറച്ച് പുള്ളിക്കാരി കുറച്ച് സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോയി നോക്കാം. എന്താ പറയണ്ടേ? ടെൻഷനുണ്ടോ? നല്ല രീതിയിൽ ഇന്നും പോയിട്ട് തിരിച്ച് വിടുമെന്ന് ടെൻഷനുണ്ടോ? ഇന്ന് പോയിട്ട് വെറുതെ തിരിച്ചു വരേണ്ടി വരുമെന്ന് ടെൻഷനുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് നോക്കാമെന്ന് വെച്ചു. പക്ഷെ എന്തോ എനിക്കിങ്ങനെ മനസ്സിലൊരു ടെൻഷനൊക്കെ പോലെ. സോ ഹോസ്പിറ്റലൊക്കെ എത്താറായിട്ടുണ്ട്. കാണാൻ പറ്റില്ലല്ലോ എനിക്ക്. 1 മിനിറ്റ് കാണാൻ പറ്റുന്നുണ്ടാവല്ലേ? ഹോസ്പിറ്റലിൽ എത്താറാവും തോറും ഇന്നലത്തെ പോലെ തന്നെ എനിക്ക് ടെൻഷൻ കൂടും. ചുമ്മാ ടെൻഷൻ ആവുക. ഞാൻ ഇച്ചിരി ടെൻഷൻ്റെ ആളാണ്. എന്ത് ചെയ്യാൻ പറ്റും? അമ്മൂന് ഭയങ്കര ടെൻഷനാണ്. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ഫേസ് ട്രാക്ക് എനേബിൾ ആയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഓൺ ചെയ്തിട്ടുള്ളതുകൊണ്ട് കുറച്ച് നിൽക്കാലും നിന്നെ ഇതനുസരിച്ച് അതെന്ത് ചെയ്യും? സോ കണ്ടോ, ഞാനും പഠിച്ചു വരുന്നുണ്ട് ക്യാമറ. ഇയാൾ പ്രോ ജേർണലിസ്റ്റ് ആയിരുന്നില്ലേ? നമ്മളിപ്പോലെ നമ്മൾ IT-യിലൊക്കെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ കാണിച്ചു കൊടുക്കണ പോയാ? ഇല്ല, അത് കാറ്റഗറി. ഓക്കേ.
ഇന്നലത്തെ പോലെ തന്നെ പാർക്കിങ്ങിലേക്ക് കയറാൻ പോകാനാക്കില്ല. പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ഇന്നലെ കണ്ട വിഷ്വൽസൊക്കെ ഉള്ളൂ. അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അടിയുണ്ട് ഇന്നലെ കയറിയതുപോലെ തന്നെ ഞാൻ പാർക്കിംഗ് കയറുന്നത്. ആക്കി എന്നാലും പാർക്കിംഗ് ഫീസ് കൊടുത്തു മുടിയൊന്നും. പാർക്കിംഗ് പാസ് എടുക്കാം ഒരു ദിവസത്തേക്ക് വല്ലതും 40 രൂപ. ഡെലിവറി ആവണമെങ്കിൽ ഞാൻ അതുപോലെ എടുക്കാം, അതാണ് ലാഭം. ഞാൻ നല്ല പെയിനുമായിട്ടാണ് വന്നിരുന്നത്. നടക്കാൻ തീരെ വയ്യെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോകത്തുള്ളൂ. ഓ ഇത് എൻ്റെ ഫേസ് ഇതേപോലെ ചില കിഴക്കന്മാരുണ്ട്, നമുക്ക് ഡിസ്റ്റർബൻസ്. ഇല്ലെങ്കിൽ അപ്പുറത്തൊഴി പോകും. ആ ഈ കാറിൻ്റെ ഇടയിൽ കൂടെ അതിന് പോയാലേ കിട്ടും. ഞാൻ എന്തായാലും ഇപ്രാവശ്യം ഈ സാധനം കയ്യിലെടുക്കുന്നു. കാരണം ഇവിടെ ഒരു HOS കാർഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. HOS കാർഡെന്ന് HOS പാസ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. ഇപ്പോൾ ഡെലിവറി ആവുകയാണെങ്കിൽ അതെടുക്കാം, ഇല്ലെങ്കിൽ മുതലാവില്ല. പാർക്കിംഗ് ഭയങ്കര ഫീസാണ്. സോ ഗൈസ്, നമ്മൾ ഇന്നലെ വന്നപ്പോഴത്തേക്കും ഇപ്പോഴത്തെ ഓർഡർ ഹോളിലാണ് ഇവിടെ എടുത്തത്. ഇന്ന് ഇവർ നേരെ ഒരു റൂമിലേക്കാണ് വന്നത്. ബർത്തിങ് സെൻറ്റർ പ്രോപ്പറായിട്ട് പറയാം. എന്താ ക്യാമറ വെച്ച് കാണിച്ചു തരാം. കൊച്ചിനെ കിടത്തുന്ന സ്ഥലവും എന്താ അമ്മയൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ടാ. ടെൻഷനാണ് എപ്പോഴും, പുള്ളിക്കാരിക്ക് ടെൻഷനാണ്. അത്യാവശ്യം ഒരു സിംഗിൾ പ്രൈവറ്റ് റൂമെന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നല്ലൊരു വാഷ്റൂമുണ്ട്. ഡെലിവറി ആവുകയാണെങ്കിൽ മിക്കവാറും നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും നിർത്തുന്നത്. അറിയില്ല എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം അല്ലേ. അമ്മോ ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടെന്ന് ഇല്ലെന്ന് പറ. ടെൻഷൻ ഉണ്ടോ? എന്തിനാ ടെൻഷൻ അടിക്കണേ? ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ഹേ ഗായ്സ്, അവസാനം നമ്മൾ അമ്മൂനെ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് അമ്മൂന് ചെറിയ രീതിയിൽ ലേബർ പെയിനൊക്കെ വന്നപ്പോഴത്തേക്കും ഇവിടെ നമ്മളൊരു പ്രൈവറ്റ് റൂമിലേക്ക് മാറ്റി. ആക്ച്വലി ഈ റൂം തന്നെയാണ് പിന്നെ ലേബർ റൂമായിട്ടും കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് C-സെക്ഷൻ അല്ല, നോർമൽ ബർത്ത് ആണെങ്കിൽ ഈ റൂമിൽ വെച്ച് തന്നെയാണ് നമുക്ക് എന്താ പറയുക ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന. കുഞ്ഞിനെ വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, ഇതിലാണ് നമുക്ക് കുഞ്ഞിനെയൊക്കെ വയ്ക്കാൻ പറ്റുന്നത്. ഇത് മറ്റേ ഐ ഡോണ്ട് നോ സംതിങ്. അമ്മ ഉടക്കണം. അമ്മ എങ്ങനെയുണ്ട്? വിശക്കുന്നുണ്ടല്ലേ? വിശപ്പുണ്ട്. അത്യാവശ്യം ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് കാണിച്ചു തരാം. ഇതാണ് എൻട്രൻസിൽ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും ഡോക്ടേഴ്സിനൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ ഇതെല്ലാം കഴിഞ്ഞിട്ട് കൈ കഴുകാനായിട്ടൊരു സിങ്കുണ്ട്. പിന്നെ ഇവരുടെ തന്നെ മെഡിക്കൽ കുറേ തിങ്സ്. ഇത് അവരുടെ ഒരു ക്യാബിനാണ്. മോണിറ്റർ ചെയ്യാനും കൊച്ചിനെ മോണിറ്റർ ചെയ്യാനും. ഇത് കൊച്ചിൻ്റെ റീഡിങ്സും വൈറ്റൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡെലിവറി കഴിഞ്ഞിട്ടുള്ള. ഇത് അമ്മൂൻ്റെ എന്താ പറയുക ബേസിക് ആയിട്ടുള്ള റീഡിങ്സും കാര്യങ്ങളൊക്കെ എടുക്കാനും. പിന്നെ ഹോസ്പിറ്റലിലെ ഡേറ്റാസ് ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇവരുടെ സെർവറിൽ കണക്ട് ആയിട്ടുള്ള സിസ്റ്റം അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എല്ലാം വരും. പിന്നെ നമ്മുടെ നോർമൽ ഒരു ഹോസ്പിറ്റൽ ബെഡ്. പിന്നെ ഇത് കാല് വയ്ക്കാനുള്ള ഇതുണ്ട്. ഇപ്പം മറ്റേ വജൈനൽ ബർത്ത് നോർമൽ ഡെലിവറി ആണെങ്കിൽ ഇത് വഴിയാണ് നമുക്ക് ഡെലിവറി ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സാധനം അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊച്ചിനെ വേറെ ഇനി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിലേക്കായിരിക്കും. പിന്നെ ഗാർബേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സർജറിക്കാണോ എന്നറിയില്ല, എന്തിനോ വേണ്ടിയിട്ടുള്ള ലൈറ്റും കാര്യങ്ങളും ഉണ്ട്. ഒരു TV ഉണ്ട്, ഒരു ക്ലോക്കുണ്ട്. പിന്നെ ഇതിങ്ങനെ അനബില്ലയിലൊക്കെ ഉള്ള പോലത്തെ ഒരു ചെയറുണ്ട് അല്ലേ. പിന്നെ ഫുഡ് കഴിക്കാനായിട്ടൊരു എന്താ പറയുക ഇങ്ങനെ വെച്ച് കഴിക്കാനുള്ള സാധനമുണ്ട്. പിന്നെ ഇത് ചെറിയൊരു ലിവിങ് സ്പേസ് അല്ല, ചെറിയ ഒന്ന് ഗസ്റ്റ് ആരെങ്കിലും വരുവാണെങ്കിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള. ഇതാണ് എൻ്റെ ബെഡ്. ഇത് സോഫയായിട്ട് യൂസ് ചെയ്യാം, വലിച്ചു നീട്ടി ബെഡായിട്ടും റിക്ലൈനർ ബെഡായിട്ട് എനിക്ക് യൂസ് ചെയ്യാം. അപ്പം ഇന്ന് രാത്രി ഞാൻ മിക്കവാറല്ല ഇന്ന് രാത്രി ഇതിലാണ് കിടക്കുന്നത്. ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഒരു ഫുൾ ലെങ്ത് മിററാണ്. ഇതാണ് ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ബാത്റൂം ഒന്ന് കാണിച്ചു തരാം. കയറി വരുമ്പോൾ തന്നെ യൂറോപ്യൻ ക്ലോസറ്റാണുള്ള. ഹാൻഡ് ഷവറില്ല, ഇവിടെ ടിഷ്യൂ ആണുള്ളത്. അത്യാവശ്യം നല്ല വലിയ ഒരു മിറർ, അത്യാവശ്യം നല്ല വെളിച്ചമൊക്കെയുള്ള നല്ല മിറർ. ഹാൻഡ് സാനിറ്റൈസർ, സ്വിച്ച് ബോർഡ്, ഇത് കൈ തുറക്കാനുള്ള ടിഷ്യൂ പേപ്പർ.
പിന്നെ ഇത് കിടന്ന് കുളിക്കാനുള്ള സെറ്റപ്പ്. ഇതിൽ തന്നെ നമുക്ക് ടെമ്പറേച്ചറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം, മറ്റേ ഈ അടിയിൽ നിന്ന് ഈ ഫോഴ്സൊക്കെ വരത്തില്ലേ, ആ ഒരു സ്കീമാണ്. പിന്നെ ഇതൊരു ഷവറും കാര്യങ്ങളും. ഇത്രയാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതെ അമ്മ പറഞ്ഞു ആ ടബ് ആക്ച്വലി നമുക്ക് മറ്റേ ടബ് ബെർത്ത്, വാട്ടർ ബെർത്ത് അല്ലേ, വാട്ടർ ബെർത്തൊക്കെ ഓപ്റ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് കുളിക്കുകയും ചെയ്യാം. നമ്മൾ ഇതിനു മുമ്പ് നിന്നിടത്ത് മറ്റേ നിന്ന് കുളിക്കുന്നൊരു സെറ്റപ്പായിരുന്നു. അത്രേ ഉള്ളൂ, എനിക്ക് അങ്ങനെയുള്ളൂ. സോ ഇനി ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ട്. ഇപ്പം വിസിറ്റിംഗ് ടൈം കഴിഞ്ഞോട്ട് ആർക്കും കയറി വരാൻ പറ്റത്തില്ല. അപ്പം അവർ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഇപ്പം നമുക്ക് അമ്മൂന് ഹെവി ആയിട്ടൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര ലൈറ്റായിട്ട് എന്തെങ്കിലും വാങ്ങിക്കാം. അമ്മ എന്താ ചെയ്യട്ടെ നോക്കണേ. പിന്നെ പാർക്കിങ്ങിൻ്റെ കേസ് എനിക്കൊന്ന് സംസാരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിങ് ഇവിടെ മണിക്കൂറിനാണ് പൈസ. അപ്പം ഫുൾ ഡേ കിടക്കാനാണെങ്കിൽ നമുക്കൊരു പാസ് എടുത്താൽ പറ്റുന്നുണ്ട്. അപ്പം ഞാനതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ എപ്പോഴും പുറത്തിറങ്ങാതെ ഇനി അടുത്ത സാധനം എടുക്കാൻ പോകണം. കാരണം ഞാൻ ഈ ഒരു ഞാൻ എല്ലാം എടുത്തു, പക്ഷേ ഈ കിടക്കുന്നതിൻ്റെ കാര്യം ഞാൻ ഓർക്കാത്തതുകൊണ്ട് ഞാൻ ബെഡ്ഷീറ്റും പില്ലോയും എടുത്തില്ല. അവിടെ ഇങ്ങനെ രാത്രി തണുപ്പുണ്ടാവുമെന്നൊന്നും പറഞ്ഞിടാത്തതുകൊണ്ട് ഞാൻ അരവിന്ദിൻ്റെ അടുത്ത് ഒരെണ്ണം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ചെറിയ രീതിയിൽ ബിസ്ക്കറ്റ് കൊണ്ടുപോകുന്നുണ്ട്, പക്ഷേ അതധികം കഴിക്കുന്നില്ല. ബാക്കി നോക്കാം. ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കോഫി മെഷീനുണ്ട്. ഞാൻ ഇടയ്ക്ക് പോയി 2 കോഫിയും കൂടെ വാങ്ങിച്ചടിച്ചിട്ട് വരാം. അപ്പം അടുത്ത കാര്യം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ചെറിയൊരു ക്വിക്ക് അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ നേഴ്സ് വന്നിട്ടുണ്ട്. ഒരു മലയാളി നേഴ്സുണ്ട് ഇവിടെ. ഞാൻ പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം. കാരണം അവരുടെ ഇതുകൊണ്ട് നമ്മൾ ചോദിക്കണമല്ലോ. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത ഡെലിവറി കഴിയുന്നവരൊന്നും കഴിക്കാനോ കുടിക്കാനോ പറ്റത്തില്ല എന്നാണ് അവർ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അനസ്തീഷ്യയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. മറ്റേ നട്ടല് ഉള്ളതാണല്ലോ, അതെടുക്കാനായിരിക്കും. ഇപ്പം അവളെ കാവ്യ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. കാണിച്ചോടത്തെ ഉണ്ണിയേട്ടനോട് ഉണ്ണിയേട്ടൻ ഡ്രൈവിങ്ങിലാണ്. അതാ. അപ്പം അവരങ്ങനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. അരവിന്ദ് അക്ഷയൊക്കെ ഫുഡ് വാങ്ങിക്കാനായിട്ട് പോയി. ബാക്കി നോക്കാം. ഫുഡൂടെ കൊണ്ടുവരുമ്പോഴത്തേക്കും മരിച്ച ഇടിയപ്പവും കറിയും കൂടെ കൊണ്ടുവരാമെന്നുണ്ട്. അതും കഴിച്ച് എൻ്റെ കൊച്ചിൻ്റെ കാർ സീറ്റ് ഇതുവരെ ഞാൻ എടുത്തില്ലായിരുന്നു, അതെടുക്കണം. പിന്നെ ചെറിയ എനിക്കിവിടെ കിടക്കാനുള്ള പില്ലോയും ബെഡ്ഷീറ്റും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതുകൂടെ എടുക്കണം. അതുകൂടെ എടുത്ത് കഴിഞ്ഞാൽ സെറ്റ് എല്ലായി.